പിന്നെ ചാനലിലൊക്കെ വരുന്നത് എയർപോർട്ടിൽ ആരും പോയിട്ടില്ല. അങ്ങനെ പ്രത്യേകമായ ഒരു പരിപാടി എന്ന നിലക്കല്ല എയർപോർട്ടിലെ പരിപാടി സംഘടിപ്പിച്ചത്. പാർട്ടിയുടെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള നേതാക്കളൊക്കെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നാളെ വയനാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം ഭാരവാഹികളും ഒക്കെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് പരിപാടി പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും കോൺഗ്രസിനേക്കാൾ പണിയെടുത്തത് ലീഗാണ് എന്ന് സ്വയം തന്നെ ഒരു നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്. ലീഗ് പണിയെടുത്തെന്ന് പറഞ്ഞാൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മത്സരിച്ചത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDFന്റെ രണ്ടാമത്തെ കക്ഷിയാണ്. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകന്മാരും സാധാരണ അണികളുമൊക്കെ തന്നെ വളരെ സജീവമായി വലിയ ഭൂരിപക്ഷത്തിന് അവരെ വിജയിപ്പിക്കണമെന്ന തീരുമാനത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രിയങ്ക ഗാന്ധി നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചു. ആ വിജയിച്ചതിന് ശേഷം അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ UDFന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ പോയിരുന്നു. ആ പോയ സംഘത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് മുസ്ലിം ലീഗിന്റെ MLA ആയിട്ടുള്ള PK ബഷീർ MLA ഉണ്ട്, സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് ഉണ്ട്, വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനുണ്ട്. അവിടെ നിന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ പര്യടന പരിപാടി ആദ്യം ജയിച്ചതിന് ശേഷം വയനാട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് വരണം എന്ന നിലക്ക് അത് കാര്യങ്ങൾ ആലോചിച്ചു. അവരുടെ സാന്നിധ്യത്തിൽ അവിടുത്തെ KC വേണുഗോപാലിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ആലോചിച്ചപ്പം അവർക്ക് പാർലമെന്റ് നടക്കുന്നത് കൊണ്ട് ഇന്നും നാളെയും 2 ദിവസം മാത്രം ഇവിടെ വന്ന് തിരിച്ചു പോവാം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പം 7 മണ്ഡലത്തിലും ഓരോ പരിപാടി വെക്കാം എന്ന നിലയ്ക്ക് തീരുമാനിച്ചു. ആദ്യമായിട്ട് കരിപ്പൂർ വഴിയാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പ്രോഗ്രാം അവിടെ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും നിയോജകമണ്ഡലങ്ങളിലാവട്ടെ എന്ന നിലക്ക് ഇന്നലെ തന്നെ മിനിഞ്ഞാന്ന് തന്നെ തീരുമാനിച്ചു. അവിടെ നിന്ന് നാളെ വയനാട്ടിലെ 3 മണ്ഡലത്തിലും വരും എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അവർ വയനാട്ടിൽ വന്നിട്ട് ഇവിടെയാണ് താജ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ വയനാട്ടിലെ പരിപാടിക്ക് നാളെ വളരെ സൗകര്യമാണ് എന്ന നിലയ്ക്കുള്ളൊരു തീരുമാനമാണ്. പിന്നെ ചാനലിലൊക്കെ വരുന്നത് എയർപോർട്ടിൽ ആരും പോയിട്ടില്ല. അങ്ങനെ പ്രത്യേകമായ ഒരു പരിപാടി എന്ന നിലക്കല്ല എയർപോർട്ടിലെ പരിപാടി സംഘടിപ്പിച്ചത്. പാർട്ടിയുടെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള നേതാക്കളൊക്കെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നാളെ വയനാട്ടിൽ നടക്കുന്ന പരിപാടിയിൽ ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളും നിയോജകമണ്ഡലം ഭാരവാഹികളും ഒക്കെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് പരിപാടി പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പതാക ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അവിടെ താഴെ ജില്ലകളിലെ ലീഗ് പ്രവർത്തകരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗിനെ പ്രത്യേകമായി കൺവിൻസ് ചെയ്യിക്കേണ്ട ഒരു പ്രശ്നവും പിന്നെ UDFിലില്ല. മുസ്ലിം ലീഗും കോൺഗ്രസും എടുക്കുന്ന അതുപോലെ ഘടകകക്ഷിയും എടുക്കുന്ന തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പ്രത്യേകമായി കൺവിൻസ് ചെയ്യിക്കേണ്ട അങ്ങനെ ഒരു പ്രശ്നം വേണ്ടേ? അങ്ങനെ പ്രശ്നമില്ലാത്തത് പിന്നെ കൺവിൻസ് ചെയ്യിക്കേണ്ട പരിപാടി ഇല്ലല്ലോ. ഇല്ല, ഒന്നുമില്ല ഒരു പരിപാടിയില്ല. ആര് പറഞ്ഞു? ആളുകളുടെ തിരക്കൊണ്ട് ചില സമയം എത്തിപ്പെടാൻ കഴിയാത്ത പോലെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അല്ലാതെ ലീഗ് ഞാനുണ്ട് ബത്തേരിയിൽ. നാളെ വേദികളിലുണ്ടാവും. ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും.